മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല എന്നതാണ് ഈ ചർച്ചകൾക്ക് തുടക്കം വെച്ചത്. വലിയ വിവാദമായത് അതുതന്നെയാണ്. എങ്ങനെയാണ് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നത്, എങ്ങനെയാണ് മരുന്നുകൾ വാങ്ങുന്നത്, എങ്ങനെയാണ് അതിന്റെ പട്ടിക തയ്യാറാക്കുന്നത്? ആ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഈ ഉപകരണങ്ങളുടെ കണക്കെടുപ്പ് അത് പട്ടിക തയ്യാറാക്കിയിട്ടാണ്. എന്തൊക്കെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ഒക്കെ ഏതൊക്കെ രീതിയിൽ സർജിക്കൽ സാധനങ്ങൾ ഉണ്ട്, അതിന് എത്ര എണ്ണമുണ്ട്, അത് എത്ര നാളത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന കാര്യങ്ങളൊക്കെ തയ്യാറാക്കും. അത് സാധാരണഗതിയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് മെഡിക്കൽ കോളേജുകളിൽ ഇതിൻ്റെയൊക്കെ കണക്കെടുപ്പ് നടത്തുന്നത്. ഓരോ വകുപ്പിന്റെയും മേധാവിമാരാണ് ഇത് സംബന്ധിച്ച പട്ടിക തയ്യാറാക്കുക. ബയോമെഡിക്കൽ എഞ്ചിനീയർമാരും സൂപ്രണ്ടും ചേർന്ന് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം അത് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറുക എന്നതാണ് മെഡിക്കൽ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതല. ശേഷം DME ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. കഴിഞ്ഞ ദിവസമൊക്കെ DME പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. അതായത് അവിടെ കണക്കെടുപ്പ് നടത്തിയ ആ റിപ്പോർട്ട് സ്വീകരിച്ച് ഏറ്റവും പ്രാഥമികമായ തീരുമാനമെടുത്ത് സർക്കാരിന് കൈമാറേണ്ടയാൾ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത്. ഇതിപ്പോൾ കൃത്യം ഇങ്ങനെ ഈ മാസക്കണക്കിനുള്ള കണക്കെടുപ്പൊക്കെ നടത്തി നൽകുമെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ ഇപ്പോൾ ചില രോഗികൾക്ക് പെട്ടെന്ന് ചികിത്സ വേണ്ടി വരും, ഓപ്പറേഷൻ വേണ്ടി വരുമെങ്കിൽ ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ലോക്കൽ പർച്ചേസ് നടത്താമെന്നതാണ്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഇത്ര രൂപയ്ക്കുള്ളിൽ വരെയുള്ള സാധനങ്ങളെ വാങ്ങാൻ കഴിയും. അത് അത്തരം പർച്ചേസുകൾ നടത്തുന്നത് HDS ആണ്. 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതിനുശേഷമാണെങ്കിൽ കളക്ടറുടെ ഇറക്കം അനുമതി വരാം. പക്ഷെ അതിൽ തീരുമാനമെടുക്കാൻ കാലതാമസം ഉണ്ടാകുന്നിടത്താണ് രോഗികളുടെ ജീവനും ആരോഗ്യത്തിനും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്.